കതിനവെടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്സവങ്ങളായിരിക്കും ഓർമ്മ വരുന്നത്. എന്നാൽ ഈ കതിനവെടിയൊച്ചയ്ക്ക് വാഴക്കാട് വലിയ ജുമാ മസ്ജിദിൽ വലിയ സ്ഥാനമാണുള്ളത്. പ്രത്യേകിച്ചും നോമ്പുകാലത്ത് കതിനവെടി പൊട്ടിച്ചാണ് ഇവിടെ നോമ്പുതുറ സമയം അറിയിക്കുന്നത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് കതിനവെടിയൊച്ചയും കേൾക്കും. അത്താഴ സമയം അറിയിക്കുന്നതും ഇത്തരത്തിൽ തന്നെ. സെഹരിക്കും ഇഫ്താറിനുമുള്ള നോമ്പുകാലത്തെ ഈ കതിന പൊട്ടിക്കൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 41 വർഷത്തോളമായി ഈ കതിനവെടിയൊച്ചയ്ക്കായി നാട് കാതോർത്തു തുടങ്ങിയിട്ട്. നമ്മുടെ നാടുകളിൽ റേഡിയോ, അതുപോലെ തന്നെ ക്ലോക്ക്, അതുപോലെ തന്നെ വാച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ ഉച്ചഭാഷണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. ആ കാലഘട്ടങ്ങളിൽ ഈ വാഴക്കാടിൻ്റെ പരിസര ഭാഗത്തുള്ള ആളുകൾ ചീക്കോട്, മുണ്ടുമൊഴി, മാവൂര്, കൽപ്പള്ളി, പൊന്നാട്, ഓമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വെടിയെ പ്രതീക്ഷിച്ചിരുന്നു. ആ കാലഘട്ടത്തെ നടന്നു വന്നിരുന്ന ഒരു വലിയ ഒരു സംഗതിയാണ് ഈ വെടിപൊട്ടിക്കൽ കർമ്മം എന്നുള്ളത്. ഇവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചര്യ തുടരുകയും ഇന്നും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ ഇത് ഉച്ചഭാഷണമൊന്നും ഇല്ലാത്ത സമയത്തിൽ വെടി പ്രതീക്ഷിച്ച ആളുകൾ അതിന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. പണ്ടുകാലത്ത് പള്ളികൾ കുറവായതിനാലാണ് എല്ലാവർക്കും സമയമറിയാൻ പാകത്തിന് കതിന പൊട്ടിച്ചു തുടങ്ങിയത്. കതിനയിൽ വെടിമരുന്നും കളിമണ്ണും നിറയ്ക്കും. കളിമണ്ണ് എത്രത്തോളം ഇടിച്ചു നിറയ്ക്കുന്നുവോ അത്രത്തോളം ശബ്ദം കൂടും. 8 കിലോമീറ്റർ ചുറ്റളവിൽ വരെ വെടിയൊച്ച കേൾക്കാൻ സാധിക്കുമെന്നാണ് കണക്ക്. പിന്നെ ഒരു കുറ്റി നടക്കാൻ ഒരു 100 അടിയെങ്കിലും ഒരു കുറ്റിക്ക് വരും. 2 കുറ്റി നിറച്ചുണ്ടാക്കുമ്പോൾ 10-200 അടിയെങ്കിലും അടിക്കണം. അങ്ങനെ ആകുമ്പോഴേ ദമ്മ് ഇട്ടുള്ളൂ. അല്ല ഞാൻ അടി കുറയുന്നതിനനുസരിച്ച് സൗണ്ട് കുറയും. പിന്നെ മരുന്നും പവറുള്ളതാണ്. പവർ കുറഞ്ഞ മരുന്നായാലും ഒച്ച ഉണ്ടാവില്ല. ഫസ്റ്റിലെ ഘട്ടത്തിൽ മരുന്ന് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അന്ന് മറ്റേ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി അരച്ചു കൂട്ടി ഉണ്ടാക്കിയിരുന്നു. അതിന് അപകടങ്ങളാകുമ്പോൾ 1-2 പ്രാവശ്യം പിന്നെ മരുന്ന് അരച്ചു കൂട്ടി ഇതാക്കുമ്പോഴൊക്കെ ഈ ഒന്നായിട്ട് തീപിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ മരുന്ന് നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ടുവരില്ല. 41 വർഷമായി കതിന പൊട്ടിക്കുന്നത് പ്രദേശവാസിയായ അബ്ദുള്ളയാണ്. ആചാരം മാത്രമല്ല, തന്റെ ജീവിതം കൂടിയാണിതെന്ന് അഭിമാനത്തോടെ അബ്ദുള്ള പറഞ്ഞു വെക്കുന്നു. ETV ഭാരത്, മലപ്പുറം.